الذين صبروا وعلى ربهم يتوكلون وكأين من دابة لا تحمل رزقها الله يرزقها وإياكم وهو السميع العليم. ഞമ്മളല്ലേ വന്നിട്ടുള്ളൂ. ഇനി 10 മിനിറ്റ് മാത്രം പള്ളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നൽകുന്ന വളരെ അനുഗ്രഹങ്ങളാണ് മഴ. പക്ഷേ അത് നിഗ്രഹമാകുമ്പോ മഴ, കാറ്റ്, ഇടിപോലത്തെ സംഭവങ്ങൾ നിഗ്രഹമായാൽ മനുഷ്യനെ പിടിച്ചു നിൽക്കാനാകുമോ? ഒരിക്കലുമില്ല. മുല്ലപ്പെരിയാർ ഒരു മഹാഭീഷണിയായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അതിൽ ആശങ്ക എവിടെയും കാണുന്നില്ലേ? അതേ, ഇന്നിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേ, കേരളമാകെ ശക്തമായ മഴയും അതുപോലെ കാറ്റും മറ്റുമായിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. മുഅ്മിനേ, നാം മനസ്സിലാക്കണം, ഭൂമിയിൽ മനുഷ്യന് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവന്റെ കണ്ണിനും കാതിനും മാത്രമല്ല, ഉദരത്തിനും വേണ്ടത് ഭൂമിയിലുണ്ട്. മനുഷ്യന് ജീവിക്കാനും മരിച്ചാൽ കിടന്നുറങ്ങാനും മടിത്തട്ട് നൽകുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഅ്മിനേ ഭൂമിയും പ്രകൃതിയും എന്നുള്ളത്. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും ആവശ്യം വെള്ളമാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നാം ജീവിക്കുന്ന ഈ ഭൂമിയില് വെള്ളം കുറഞ്ഞത് കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയില്ലേ? ദുആ ചെയ്തു. ചൂടിന്റെ കാഠിന്യം കൊണ്ട് ദുആ ചെയ്തു. വെള്ളം ലഭിക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തു. ദുആ സ്വീകരിച്ചു. ഇപ്പോൾ അതിശക്തമായ മഴയാണ്. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മഴയൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്ന സന്ദർഭമെത്തി. കാരണമെന്താ? മനുഷ്യന്മാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹമായ മഴ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനേ, ഭൂമിയിലാണ് നാം ഉള്ളത്. മറ്റേതെങ്കിലും ഗ്രഹത്തില് വെള്ളമുണ്ടോ എന്ന അന്വേഷണത്തിലാണ് മനുഷ്യകുലം. വെള്ളം ഒരു മഹാ അനുഗ്രഹം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്, ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാആ, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയവനാണ് അല്ലാഹ്. മഴയില്ലായിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുമോ? കഴിയില്ല. മനുഷ്യന്റെ നിലനിൽപ്പ് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും ചത്തൊടുങ്ങി ഭൂമി ഒരൊറ്റ പറമ്പായി മാറുമല്ലോ. പക്ഷേ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് വെള്ളം. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 2/3 വെള്ളമാണ്. ഭൂമിയുടെയും 70% വെള്ളം തന്നെ. എന്നാൽ ഭൂമിയിലെ വെള്ളത്തിന്റെ 97% കടൽ വെള്ളമാണ്. കടൽ വെള്ളമാണ്. അതിന് ഉപ്പുരസമുണ്ട്. ശേഷിക്കുന്ന 3%-ൽ 2% മഞ്ഞും ഹിമവുമാണ്. ശേഷിക്കുന്ന 1% മാത്രമാണ് മുഅ്മിനേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശുദ്ധജലമുള്ളത്. മനുഷ്യരുടെയും അതുപോലെ പക്ഷിമൃഗാദികളുടെയും സസ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഈ 1% ശുദ്ധജലത്തിൽ നിന്നാണ് ഉപകരിക്കുന്നത്. ദിനേന രാവും പകലും ഇടതടവില്ലാതെ ഈ ശുദ്ധജലം മനുഷ്യർ ഉപയോഗപ്പെടുത്തുന്നു.
എങ്കിലും വീണ്ടും വെള്ളം നമുക്ക് ലഭിക്കുന്നു. ഈ സ്രോതസ്സുകൾ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഭൂമിയിൽ നിന്നും സൂര്യതാപം മൂലം ജലം നീരാവിയായി ഉയർന്ന ഭൂമിയിലേക്ക് മഴയായി പെയ്തിറങ്ങുന്നു. മഴയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശുദ്ധജലം ലഭിക്കുമായിരുന്നില്ല. മഴക്കാവശ്യമായ നീരാവി നൽകുന്നത് സമുദ്രങ്ങളാണ്. എന്നാൽ അവയുടെ വെള്ളം ഉപ്പുമാണ്. പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യത്താൽ മഴയായി പെയ്തിറങ്ങുന്നത് ശുദ്ധജലമാണ്. നാം ഒന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ വാഖിയ 70-ാമത്തെ ആയത്തിൽ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമുക്ക് ആ സംഗതി മനസ്സിലാകുമല്ലോ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂന. 68-ാമത്തെ ആയത്ത് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അൻതും നിങ്ങളാണോ അൻസൽതുമൂഹു മിനൽ മുസ്ലി, മേഘത്തിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കുന്നത് നിങ്ങളാണോ? അംനഹുൽ മുൻസിലൂൻ, അതല്ല നാമാണോ ഇറക്കുന്നത്? നാമാണോ ഇറക്കിയത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. അതേ, ആ വെള്ളത്തെ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ ഉപ്പ് രസമുള്ളതാക്കാമായിരുന്നു. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? മഴ എപ്പോഴാണെന്ന് കൃത്യമായി പ്രവചനം നടത്താൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. ചില നിഗമനങ്ങളിൽ എത്താനേ കഴിയൂ. അതുകൊണ്ട് 5 ദിവസവും 6 ദിവസവും മഴ പെയ്യുമെന്ന് ശാസ്ത്രം പറയും. ശക്തമായ മഴയ്ക്കുള്ള ദിവസങ്ങളാണെന്ന് ശാസ്ത്രം പറയുന്നു. അതൊരു നിഗമനമാണ്. ഗോളങ്ങൾ വളരെ കൃത്യമായ വ്യവസ്ഥാപിതയിലാണ് ചലിക്കുന്നത്. വ്യതിയാനങ്ങളില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ കണക്ക് പഠിച്ചവന് എപ്പോൾ സൂര്യനുദിക്കുമെന്നും അസ്തമിക്കുമെന്നും കൃത്യമായി പറയാനും എപ്പോൾ എവിടെ ഗ്രഹണം സാധിക്കുമെന്നും പറയാനാവും. എന്നാൽ മഴയുടെ കാര്യം അങ്ങനെയല്ല. മഴ മേഘങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മേഘങ്ങളെ നിയന്ത്രിക്കുന്നത് കാറ്റാ. കാറ്റുകളുടെ ഗതിവിഗതികൾ കൃത്യമായി പ്രവചിക്കാനാകുമോ? ആവില്ലാവകൾ അല്ലാഹുവിന്റെ ഇഷ്ടാനുസരണം ചലിക്കുകയാണ്. അതാണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റൂമില് അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ആരാണല്ലാഹ് അല്ലദീ യുർസിലുൽ റിയാഹ, കാറ്റിനെ അഴിക്കുന്നവനാണ്. ഫതുസീറു സഹാബാ, അത് മേഘത്തെ ഇളക്കുന്നു. ആ കാറ്റ് മേഘത്തെ ഇളക്കുന്നു. ഫയബ്സുതുഹു, എന്നിട്ട് മേഘത്തെ അത് പരത്തുന്നു. ഫിസ്സമായി, ആകാശത്തിലെ. കൈഫയശാ, അവൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ നിലയില് അതങ്ങ് പരത്തുകയാ. എന്നിട്ടോ ആ മേഘങ്ങളല്ലോ ആക്കുകയും ചെയ്യുന്നു. കിസഫ, കഷ്ടങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ആ മേഘത്തുള്ളികളായി അത് കാണുകയാണ്. മേഘത്തുള്ളികളായി കാണുന്നു. മേഘത്തുള്ളികളെ കാണുന്നു. അതിന്റെ ഇടർച്ചയിലൂടെ ഉള്ളിലൂടെ അതിങ്ങനെ പുറത്ത് വരികയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് തന്റെ അടിമകളിൽ നിന്ന് അതങ്ങ് എത്തിച്ചു കൊടുത്താൽ അവർ സന്തോഷമുള്ളവരാകുകയാണ്.
وإن كانوا من قبل أن ينزل عليهم من قبله لمبلسين. അതിനു മുമ്പ് ആകാശത്തിൽ നിന്ന് മഴ ഇറക്കുന്നതിന് മുമ്പ് അവർ വലിയ ആശങ്കയിലായിരുന്നുവെങ്കിലും മഴയങ്ങ് കഴിയുമ്പോൾ ആശങ്കങ്ങ് മാറി, റാഹത്തായി. അതേ ഭൂമി തണുത്തു. മനുഷ്യന് മഴ കൃത്യമായ അളവിൽ ലഭിക്കണം. മഴ കുറഞ്ഞാലും പ്രശ്നം തന്നെ, കൂടിയാലും പ്രശ്നമാണ്. മഴ കുറഞ്ഞാൽ കിണറുകൾ, തടാകങ്ങൾ എന്നിവ വറ്റി കാലികൾ കത്ത് മനുഷ്യജീവനം ദുസ്സഹമാകും. വരൾച്ച കാരണം മനുഷ്യർ മരിച്ചൊടുങ്ങും. ഹിജ്റ 593 ഈജിപ്തിൽ രൂക്ഷമായ വരൾച്ചയുണ്ടായിട്ടുണ്ട്. മൃഗങ്ങളും മനുഷ്യരും ചത്തൊടുങ്ങി. വിശന്ന മനുഷ്യനും മൃഗങ്ങളെ മാത്രമല്ല, പട്ടികളെ വരെ തിന്നു തീർക്കുകയായിരുന്നു. മൃഗങ്ങൾ അവസാനിച്ചപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ച മനുഷ്യരെ തിന്നാൻ തുടങ്ങി. പിന്നെയും വിഷപ്പിന്റെ താണ്ഡവം വർദ്ധിച്ചപ്പോ ശക്തർ ദുർബലരെ പിടിച്ചിരുന്നാൻ തുടങ്ങി. വിശന്നു വലഞ്ഞവരെ ആഹാരം നൽകാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കശാപ്പ് ചെയ്തു തിന്നുകയാണ്. മാതാപിതാക്കൾ പൈതങ്ങളെ പോലും കൊന്നു തിന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അതിരൂക്ഷമായ മഴ കൊണ്ടും ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ കെട്ടിടങ്ങൾ പൊളിഞ്ഞ് എത്രയോ വീടുകൾ നശിച്ചു, എത്രയോ കൃഷികൾ നശിച്ചു. ഇങ്ങനെ എന്തൊക്കെ നാശങ്ങൾ നമ്മുടെ ദുനിയാവിൽ വന്നുപോയി. എന്നാൽ അതിന് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന തൂഫാൻ, പ്രളയം തന്നെ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തു. ആ പ്രബോധനത്തിൽ വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ. രാവും പകലും അദ്ദേഹം തന്റെ അടിമകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ ചെവി കൊണ്ടില്ല. അവർ കള്ളനെന്നും മറ്റുമൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. അവസാനം സഹിക്കട്ടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു പോയി, നീ അവർക്ക് പാഠം കൊടുക്കണേ അല്ലോ, ശിക്ഷ നൽകണേ അല്ലോ എന്ന് ദുആ ചെയ്തപ്പോ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു പോയി. മുമ്പിനെ നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവരല്ലാത്ത മുഴുവൻ പേരും മരിക്കുകയാണ്. മരിച്ചുപോയ മഹാപ്രളയമായിരുന്നു അത്. ആകാശത്തോടും ഭൂമിയോടും അല്ലാഹു പറഞ്ഞു, നിന്റെ വെള്ളത്തെ നീ ഒന്ന് വിഴുങ്ങുക എന്ന് ഭൂമിയോട് പറഞ്ഞു. ആകാശത്തിനോടും പറഞ്ഞു, നിന്റെ വെള്ളത്തെ നീ കൊണ്ടുവരിക. പിന്നെ വെള്ളം ഒലിക്കപ്പെട്ടു. പുതിയ കാര്യം നടപ്പാക്കപ്പെട്ടു. അകര കപ്പല് ജൂതി പർവ്വതത്തിൽ നെങ്കൂരമിടുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ, മഹാനായ ഇബ്നുൽ കസീർ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. പർവ്വതത്തിന്റെ ഉച്ചിയിലേറ്റവും ഉയർന്ന സ്ഥലത്തിന്റെ മേൽ വെള്ളം ഉയർന്നു വരികയാണ്. അതേ 15 മുഴമോ അതല്ല 18 മുഴമാണോ എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഭൂമി മുഴുവനും അതങ്ങ് വെള്ളം കൊണ്ട് മൂടുകയാ. തൂലഹ നീളത്തിലും വല്ലർല വീതിയിലും സഹലഹ അതുപോലെ തന്നെ താഴിന്നിറങ്ങുകയും പഹുദനഹ കട്ട അതുപോലെ തന്നെ കടുപ്പമായ രീതിയിലും വജിബാലഹ പർവ്വതങ്ങളിലും വഹിബാഹ മരുഭൂമിയിലും വരിമാലിഹ മണൽത്തരികളിലുമൊക്കെ വെള്ളം. വലം ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഭൂമിയുടെ മുഖത്തിന്റെ മേൽ അവശേഷിച്ചില്ല. അയിനുന്തൂഫൂ ചിമ്മുന്ന
ചിമ്മുന്ന കണ്ണുകളുള്ള ഒരാൾ പോലും അവശേഷിച്ചില്ല. പല ചെറിയും പല കബീറും, ചെറുതാവട്ടെ വലിയവനാവട്ടെ, ആരും തന്നെ അവശേഷിച്ചില്ല. ആകാശവെള്ളവും ഭൂമിയിലെ വെള്ളവും ഒന്നായി തീർന്ന പ്രളയമായിരുന്നു കേട്ടോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം വലിയ പരി നൽകുകയും രണ്ടാമതൊരു മഹാജലപ്രളയം കൊണ്ട് പരീക്ഷിക്കരുതെന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം. അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു. വഅഹദല്ലാഹു അല്ലാ യഈദ തൂഫാൻ അലാ അഹ്ലിൽ അർള്. ആദ്യത്തെ പോലെ വീണ്ടും ഒരു ജലപ്രളയം നൽകൂല എന്ന്, ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു കരാറ് ചെയ്തു. സൂറത്തുൽ അംബിയ എന്നത് കാണാം. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന ജലപ്രളയങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും പിന്നെയും പ്രത്യേക സമയങ്ങളിൽ ജലപ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 2019 അതിന് മുമ്പൊക്കെ വലിയ മഹാപ്രളയങ്ങൾ ഉണ്ടായി. അതേ ഒരുപാട് വീടുകൾ ഭൂമിക്കടിയിലേക്ക് പോയി. മരിച്ചവരുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ ജലപ്രളയം ഉണ്ടായത് 1556 ചൈനയിലെ ചെങ്സിയാറോയിലാണ് ഉണ്ടായത്. ശാന്തമായ ഒരു രാത്രിയില് ശക്തമായ ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തെ തുടർന്ന് മണ നദി എന്ന് പറയുന്ന കരയിലേക്ക് ആർത്തലച്ചു കയറി യെല്ലോ റിവർ. ആ വലിയ നഗരം ആകെ നശിച്ചു. 8,30,000 പേരാണ് ആ ദുരന്തത്തിന് മരിച്ചതെന്ന് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ മഹാഭീഷണിയായി നിലനിൽക്കുന്ന കാലമുണ്ടായിട്ടുണ്ട്. അതിൽ ആശങ്ക എവിടെയും നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ആശങ്ക വേണ്ട, ഇന്നും നമുക്ക് ആശങ്ക വേണ്ട. മഴ നൽകുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബറിയാതെ ഒന്നും നടക്കില്ല. ഭൂമിയിൽ ഒരു ഇട വീഴണമെങ്കിൽ അല്ലാഹു അറിയാതെ വീഴുകയില്ല. അതുകൊണ്ട് മുമ്പിനെ ആ ഒരു ഉറച്ച വിശ്വാസം നാം ഉണ്ടാക്കിയെടുക്കണം. ആശങ്കകളെയൊക്കെ മാറ്റി തവക്കുൽ കൊണ്ട് അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് നേരിടണം കേട്ടോ. മഴയെ അനുഗ്രഹമാകാൻ നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ നാവിന്റെ തുമ്പത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ, മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, ഉപകാരമുള്ള മഴയാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ സ്വയ്യിബൻ ഹനീആ, സന്തോഷകരമായ മഴയാക്കണേ അല്ലാഹ് എന്നും റിവായത്തുണ്ട്. ഏതായാലും ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഴവേള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം കൂടിയാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈഹഖി നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുഫ്തഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വയുസ്തജാബു ദുആഉ ഫീ അർബഅതി മവാഖിൻ, 4 സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. സൊഫുകൾക്കിടയിലുള്ള സമയം, വഴിന്ദ നുസൂലിൽ ഗൈസ്, മഴ പെയ്യുന്ന സമയം, വഴിന്ദ ഇഖാമത്തി സ്വലാ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന സമയം, വഴിന്ദ റുയത്തിൽ കഅബ, കഅബ കാണുന്ന സമയമൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ മഴ പെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് മഴ എന്ന അനുഗ്രഹമായി തന്നെ നിലനിൽക്കാൻ നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ എത്ര വെള്ളം നിറഞ്ഞാലും, എവിടെ നിറഞ്ഞാലും, മുല്ലപ്പെരിയാറായാലും ഏത് സ്ഥലമായാലും ശരി, നിറഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ നാഥനായ സർവാധിപനായ അല്ലാഹു നമ്മെ കൈവിടില്ല എന്ന് നാം പ്രാർത്ഥിക്കണം. അന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. മനുഷ്യൻ അല്ലാഹുവിനോട് അടുക്കുമ്പോ മഹാശക്തനായി മാറുന്നു. അവനെ ഒരു പ്രവൃത്തിക്കും തോൽപ്പിക്കാനാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, തിരുമുത നിവേദനം ചെയ്തില്ലേ, ലമ്മാ ഖലഖല്ലാഹുൽ അർള, ഭൂമി അല്ലാഹു സൃഷ്ടിച്ചപ്പോ ജുഇലത് തമീലു, ഭൂമി ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അപ്പോൾ ഫഖലഖൽ ജിബാല, അല്ലാഹു പർവ്വതങ്ങൾ സൃഷ്ടിച്ചു. ഫഅദ ബിഹാ, അതുകൊണ്ട് മടങ്ങിയാൽ വസ്തഖറതു, ഉറച്ചു നിന്നു ഭൂമി. ഫഅജബത്തിൽ മലായികതു മിൻ ശിദ്ദത്തിൽ ജിബാൽ, പർവ്വതത്തിന്റെ ശക്തി കണ്ടപ്പോൾ മലക്കുകൾക്ക് അത്ഭുതമായി. മലക്കുകൾ ചോദിച്ചു, യാ റബ്ബ് ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ജിബാൽ, പർവ്വതത്തിനേക്കാൾ ശക്തമായത് എന്തെങ്കിലും ഉണ്ടോ നബിയെ നീ സൃഷ്ടിച്ചതില്? അല്ലാഹു പറഞ്ഞു, അതേ ഹദീദ്, ഇരുമ്പുണ്ട. അല്ലാഹുവിനോട് വീണ്ടും ഇരുമ്പിനേക്കാൾ നീ സൃഷ്ടിച്ചതില് ശക്തമായത് വല്ലതുമുണ്ടോ? തീയുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല യാ റബ്ബ് ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൻ നാർ, തീയിനേക്കാൾ നീ സൃഷ്ടിച്ച വസ്തുക്കളിൽ ഏറ്റവും കഠിനമായത് വല്ലതുമുണ്ടോ? വെള്ളമുണ്ട് എന്നല്ലാഹു പറയാൻ. അല്ലാഹുവിന്റെ മലക്കുകൾ വീണ്ടും ചോദിച്ചു, ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ, നിൻ സൃഷ്ടിച്ചതിൽ വല്ല വസ്തുവുമുണ്ടോ? അശദ്ദു മിനൽ മാ, വെള്ളത്തേക്കാൾ കഠിനമായത്, ശക്തമായത്. ഖാല നഅം അർരീഹ്, കാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. കാറ്റിനേക്കാൾ ശക്തമായത് വല്ലതുമുണ്ടോ എന്ന് മലക്കുകൾ റബ്ബിനോട് ചോദിച്ചു. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഉണ്ട്. ഇബ്നു ആദം, അത് മനുഷ്യരാണ്, ആദം സന്തതിയാണ്. തസദ്ദഖ ബിസദഖത്തിൻ ബിയമീനിഹി യുഖ്ഫീഹാ മിൻ ശിമാലിഹി, വലത് കൈ കൊണ്ട് സദഖ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ സദഖ ചെയ്യുന്ന ആദം സന്തതിയുണ്ട് എന്ന് അല്ലാഹു പറയാണ്. അതുകൊണ്ട് മഹാശക്തനായി മാറാൻ മനുഷ്യന് കഴിയും, ആദം സന്തതിക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മഴകളൊക്കെ അല്ലാഹു അനുഗ്രഹമാക്കട്ടെ, നിഗ്രഹമാക്കാതിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കട്ടെ. നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ക്രമമായി സ്വീകരിക്കട്ടെ. സല്ലൂ അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد